ഓവർ ഹീറ്റ് ആയിട്ട് വന്നതാണ്. കൂളൻ്റ് പുറത്തേക്ക് തള്ളുന്നില്ല. വണ്ടിയുടെ ഏറ്റവും വലിയ തെർമോസ്റ്റാറ്റ് കേസ് നമ്മുടെ പൈപ്പ് അയച്ചിട്ടുണ്ട് കേട്ടോ. തെർമോസ്റ്റാറ്റ് കേസിൻ്റെ പൈപ്പാണിത്, റേഡിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ പൈപ്പ് അയച്ചിട്ട് വാൾവ് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. വാൾവ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കേണ്ട സംഗതിയാണ്. വണ്ടി ഓവർ ഹീറ്റ് ആണെങ്കിൽ ഫസ്റ്റ് തെർമോസ്റ്റാറ്റിൻ്റെ വാൾവ് പൊട്ടിയിട്ടുണ്ടോ. സംഭവം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. തെർമോസ്റ്റാറ്റ് കേസ് എന്തായാലും മാറണം. തെർമോസ്റ്റാറ്റ് കേസ് ഉണ്ട്. ഈ ഒരു കേസ് ഫുള്ളായിട്ട് അയച്ചിട്ട് മാറണം. അതിൻ്റെ ഇപ്പോൾ താഴത്തെ പൈപ്പ്, ചെറിയ പൈപ്പും കൂടി, ബൈപ്പാസ് പോകുന്ന പൈപ്പ്. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റ് കേസ് മാറിയതിന് ശേഷം വണ്ടി ഓടിച്ച് കൂളൻ്റെ ഒഴിച്ചതിന് ശേഷം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടെമ്പറേച്ചറിൻ്റെ ഇതുണ്ടാവും, ഓരോ പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻറ്റിൽ 4 പോയിൻ്റ് അഥവാ 4 കട്ടയായി കഴിഞ്ഞാൽ 4 കട്ടയായി കഴിഞ്ഞാൽ ഫാന് വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ കൂളൻ്റെ ലെവൽ ഉണ്ടാകും. ഇപ്പോൾ മാക്സിമത്തിലേക്ക് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തെർമോസ്റ്റാറ്റ് കേസ് മാറിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് കേസ് മാറിയിട്ട് ഓടിച്ച് നോക്കുക, എവിടെ ലീക്ക് ഉണ്ടോ നോക്കാം. പുതിയ തെർമോസ്റ്റാറ്റ് കേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീക്കൊന്നുമില്ല. വണ്ടി ഓടിച്ച് ഏകദേശം ഫാൻ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലായിട്ടുണ്ട്. അപ്പോൾ കൂളൻ്റെ ലെവൽ താന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പൈപ്പ് 2 റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസും അതുപോലെ താഴത്തെ ലോവർ ഹോസും കണ്ടാ. ഈ വാട്ടർ പമ്പിൻ്റെ അവിടെ വരുന്ന ഹോസും രണ്ടും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും, ഒരേ ചൂടായിരിക്കും ഉണ്ടാകുക ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അഥവാ സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കും.